ഹലോ. ഹലോ. എടോ, എന്തോയി? ഇതെന്താ പറ്റിയത്? എന്ത്? ഒന്നുമില്ല. ഉം. 2 ദിവസമായിട്ട് കുറച്ചൊക്കെ കാണുന്നുണ്ട്. എന്ത് കാണാണ്ട് നിങ്ങള്? അഹങ്കാരം. ഓഹോ, അത് നിങ്ങക്ക് ഇല്ലാത്ത കാര്യല്ലേ? അന്നേ അതുകൊണ്ടല്ലേ പറഞ്ഞേ. ആ, അത് എനിക്ക് മാത്രമുള്ളല്ലോ ലോകത്ത്. ഞാൻ എൻ്റെ കാര്യവും നിന്റെ കാര്യമില്ല ചോദിച്ചേ, ലോകത്തുള്ളവരുടെ കാര്യം ചോദിച്ചേ. നിങ്ങൾ പറയണത് ഇങ്ങനെയല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ മുൻകൂട്ടിയിട്ട്. പഴയ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റമുണ്ടല്ലേ. ആ. പണ്ട് വെറും പാവമായിരുന്നു. ആണോ? അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചേ ആ. ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവമായിരിക്കും. ഇപ്പഴും ദേഷ്യണ്ടല്ലോ. ഇപ്പോഴാ ശരിക്കും ആയത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പഴയ സ്വഭാവം മതിയായിരുന്നു. ഒരുപാട് പഴയ മാറ്റം. സ്വഭാവം വേണ? വേണ്ട വേണ്ട വേണ്ട. പഴയ സ്വഭാവം വേണമെങ്കിൽ നിങ്ങളും മാറണം, പഴയതുപോലെ നിങ്ങളാവണം. ഞാനായാലും നീ കുട്ടികളുടെ പോയിരുന്ന് കളിക്കാനല്ലേ. അത് വേണ്ട. അതൊക്കെ പണ്ടത്തെ കാലില്ലാക്കോയി. അത് സാരമില്ല, ഇപ്പോഴും പോവല്ലോ ഞാൻ അറിയാണ്ട് വിളിച്ച്. അതിനൊന്നും ഒരു കുറവില്ലല്ലേ. അയ്യോ, അതൊക്കെ ഒരു രസല്ലേ കുട്ടികൾക്ക് കളിക്കണതും. കാണുന്നവര് വിചാരിക്കേ എനിക്ക് ചെറിയ വട്ടുണ്ട്. പിന്നെ കുട്ടികളെ കളിപ്പിക്കണവരൊക്കെ ഭ്രാന്തുള്ളവരല്ലേ. അവരെ കൂടെ ഇരുന്ന കളിക്കല്ലേ. അത് അവർക്കൊരു എൻജോയ്മെന്റ്. ആയിക്കോട്ടെ. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. അല്ലടോ, ഞാനിപ്പോ ഒരു കാര്യം ആലോചിച്ചേ. എനിക്കേ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. ആ, പ്രശ്നൊക്കെ ഉണ്ട്. നിങ്ങളെ കെട്ടിയോ മുതൽ ഞാൻ പ്രശ്നത്തിലാലോ. ആണോ? ഉറപ്പാണോ? ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇനി അതിമ്മ പിടിച്ചു കയറല്ലേ. അല്ല, അതീ പിടിച്ചു കയറാനൊന്നും ഇല്ലാടോ, ഒറ്റ കാര്യം പറയൂ. അതെന്താ? നമുക്ക് പിരിഞ്ഞാലോ? അങ്ങനെ ഇപ്പൊ പിരിയണ്ട. എന്താ അവന്റെ ആഗ്രഹം നോക്കി ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാനും ഇപ്പൊ ഒന്ന് വെറുതെ പറഞ്ഞു നോക്കിയതാ. നീ വേറെ ആരെങ്കിലും കണ്ടെത്തിണ്ടോ? മര്യാദക്ക് പറഞ്ഞു. ഞാനൊരു പെണ്ണെ കണ്ടെത്തി. മര്യാദക്ക് പറഞ്ഞത് ആരാ? നീ തന്നെ. ഞാൻ ഒരു വട്ടം ആലോചിച്ചത്. എന്ത്? ഈ പറയാ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശരിക്കും വട്ടാണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓ ആയിക്കോട്ടെ, എനിക്ക് വട്ടൊക്കെ തന്നെ. എല്ലാരും പറയുമല്ലോ അത്. വീട്ടിലിടയ്ക്ക് പറയാറുണ്ടല്ലേ അങ്ങനെ? ആർക്ക്? അല്ല, അങ്ങനെ പറയാറുണ്ടോന്ന് ചോദിച്ചു. ഇല്ല. ഉറപ്പാണോ? ഉറപ്പാന്നേ. എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നെ കളിയാക്കിയതാന്നൊരു സംശയം. അത് എന്റെ തലയുടെ കുഴപ്പമായിരിക്കും. ഈ പേടിക്കണ്ട, അത് ശരിയാക്കാം. മനസ്സിലാവില്ലാന്ന് വിചാരിക്കണ്ട മോനെ. എല്ലാം മനസ്സിലാവുന്നത് തന്നെ എനിക്കറിയാലോ. അല്ലടോ, എന്താ പറ്റിയത്? എനിക്ക് എന്തോ 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 പോലെ. സ്വന്തം പ്രശ്നം എന്താന്ന് ഇതുവരെ മനസ്സിലായില്ലല്ലേ? ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. എന്താ? ഇത്തിരി കുരുത്തക്കേടാ. എന്തോരുത്തേക്കേടാ? അതൊക്കെ ഉണ്ട്. അതിപ്പോ പറഞ്ഞാലേ ശരിയാവും. പിന്നെ എപ്പോഴാ പറയാ? കുറച്ച് കഴിയട്ടെ, അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. വിശദമായിട്ട് പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അപ്പൊ കേൾക്കാതിരുന്നാ മതി. പിന്നെ ഇടയ്ക്ക് വെച്ച് പറയരുത് വേണ്ട മതി എനിക്ക് കേൾക്കണ്ട, എന്റെ കുറ്റം പറയണ്ടേ. അങ്ങനെ പറയരുത് കേട്ടോ. ഇല്ല. എന്നാ എല്ലാതും ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞാല് ശരിയാവൂല, എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വരുന്നോണ്ടല്ല, പിന്നെ എല്ലാരോടും പറയും. ഞാൻ എന്തിനാ എനിക്ക് കുഴിയെടുക്കുന്നു? ഞാൻ ആരോടും പറയില്ല, പെട്ടെന്ന് പറയും. ആരോടും പറയണ്ട, എന്റെ പൊന്നാര മുളങ്ങ് മിണ്ടാണ്ടിരുന്നാ മതി അവിടെ.